പതിവ് പോലെ അടയും ബുൾസയും തന്നെയാണ് ഇന്ന് രാവിലത്തെ ഭക്ഷണം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, അവിടെ ഇറങ്ങിയാണ്. ചെറിയ മഴക്കോള് കാണിക്കുന്നുണ്ട്, നോട്ടെ. ഓക്കെ. ഇപ്പോൾ സമയം 10:39. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. എങ്ങോട്ടാണെന്നൊന്നുമില്ല, അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്, പോണ വഴിക്കാണ്. ഓക്കെ. കൊള്ളാം. അപ്പോൾ കളമശ്ശേരിയിലുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് അതിൻ്റെ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോകുന്നുണ്ട്. ഇനി അവിടെ നിന്ന് ലെഫ്റ്റ് പോയി നേരെ ആലുവ ഭാഗത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്. ആ ഭാഗത്തേക്ക് കൂടിയല്ലേ നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റുള്ളൂ, അല്ലാതെ മറ്റ് സ്ഥലത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് എപ്പോഴും അത്തരം ഏരിയകളാണ് നമുക്ക് താല്പര്യം. അപ്പോൾ ആരും ആലുവാത്തേക്ക് പോകുന്നത് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനൊന്നും വെച്ചിട്ടില്ല, അങ്ങനെ പോവുകയാണ്. കാരണം ചീയപ്പാറ പോയി വന്നതിന് ശേഷം പിന്നെ ഇപ്പം 3 ആഴ്ച കഴിഞ്ഞു. 3ാമത്തെ ആഴ്ചയാണ് ഇപ്പോൾ സൈക്കിൾ എടുത്ത് ഇറങ്ങുന്നത്. കാരണം എന്ന് വെച്ചാൽ അന്ന് പനി പിടിച്ച്, അല്ല വലിയൊരു തറക്കേടില്ലാത്തൊരു പനി പിടിച്ചു. അതായത് ഒരു 10-35 കിലോമീറ്ററോളം ഗ്ലാസ് വെക്കാണ്ട് രാത്രി സൈക്കിൾ ഓടി. ആ പൊടി മുഴുവൻ അടിച്ച് കയറി, കണ്ണിക്കൊടി അടിച്ച് കയറി, കണ്ണും ആകെ തൊലി പോയി. അങ്ങനെ മൊത്തം പനിയായിരുന്നു. പിന്നെ കാലിൽ അത്യാവശ്യം ചെറിയൊരു നീരും വന്നു. അത്രയും 150 കിലോമീറ്ററോളം മറ്റു ദിവസം വേണ്ടി ഓട്ടിയുണ്ട്. അപ്പോൾ അതായത് ഇന്നിപ്പോൾ അത്ര ദൂരമില്ലെങ്കിലും ഒരു ഉദ്ദേശം വെച്ചിരുന്നു. അപ്പോൾ ചെറിയ മഴക്കുളമൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നല്ല മഴയായിരുന്നു. ഇനിയിപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. റെയിൻകോട്ട് ഉണ്ട്, എന്നാലും റെയിൻകോട്ട് ഇട്ട് അധികം ദൂരം മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും അങ്ങനെ പോട്ടെ. ജംഗ്ഷൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ ആലുവാത്തേക്കാണ് നിങ്ങൾ ഞാനും ആദ്യം അവിടെ തന്നെ. ഓക്കെ, കുറേശ്ശെ എടുക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കും. ചെറിയൊരു പൊടിമഴ കിട്ടി. അതിവിടെ മെട്രോയുടെ അടിയിൽ കയറി കണ്ടി വന്നു. ഇത് മൊത്തം ഒരു മഴ ദിവസമാണ്, എന്നാലും പരമാവധി പോകാൻ ശ്രമിക്കാം. ഇതിപ്പോൾ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, മഴയാണല്ലോ. ഇപ്പോൾ ജൂണിലും മഴയുണ്ടാവും ഉറപ്പാണ്. അത് ഞങ്ങളങ്ങനെ പ്രത്യേകിച്ചൊരു ഡെസ്റ്റിനേഷൻ ഒന്നും വെച്ചിട്ടില്ലെന്ന്. എവിടെ എത്തുന്നോ അതാണ് കണക്ക്. അങ്ങോട്ട് ഇച്ചിരി പൊടിമഴയുണ്ട്. കുറച്ചും കഴിഞ്ഞിട്ടൊക്കെ പോവാം, കുഴപ്പമില്ല. ഇന്നിപ്പം ഇച്ചിരി നേരത്തേനും അതുകൊണ്ട് കുഴപ്പമില്ല. ആളുകളൊക്കെ മെട്രോയുടെ അടിയിൽ കയറിയിരിക്കുകയാണ്. പൊടിമഴയൊന്നും മാറട്ടെ. ഇതെവിടെ? ഓക്കെ. പൊടിമഴ മാറി വെയിൽ ഉദിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് മുന്നോട്ട് പോവാം. KSRTC റൂട്ട് വഴി പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ വഴി അങ്ങനെ പോവാം. എവിടെ എത്തോ എന്തോ അറിയില്ല. ഓക്കെ.
നല്ല മഴക്കാറാണ് ആ ഭാഗത്ത്. മഴക്കാറിലൊക്കെ കയറി പോകണമെന്ന് തോന്നണം. എന്തായാലും ഇന്നത്തെ യാത്ര എന്താണെന്ന് അറിയില്ല. ആരും പോയി നോക്കാം. ഭാഗത്തേക്ക് നല്ല മഴയാണ്, മഴക്കാറുണ്ട്. എന്നാൽ പുറകിൽ അത്രയില്ല, അതുണ്ട് ആ ഭാഗത്തേക്കൊക്കെ ഉണ്ട്. പറഞ്ഞ സമയം കൊണ്ട് കയറിയാൽ വന്നാണ്, തോന്നിട്ടുണ്ടായില്ല. റെയിൻ കോട്ട് ഉണ്ടാവും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നിൽക്കാം. മഴ മാറിയിട്ടൊക്കെ പതിയെ പോകുന്നു. പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, അങ്ങനെ പോകുന്നു. അതാണ് പ്രധാനം. ഡെസ്റ്റിനേഷൻ വെച്ചാലേ നമുക്ക് ആവശ്യം. ഡെസ്റ്റിനേഷൻ ഒന്നും ഇനി യാത്രകളിലുണ്ടാവില്ല, അങ്ങനെ പോകും. എവിടെ എത്തുന്നത് അതിന് നല്ല കനത്ത മഴക്കാറുണ്ട്. കടുത്ത മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ മെട്രോ സ്റ്റേഷൻ കിട്ടണമെങ്കിൽ എൻ്റെ ഇടയിൽ കയറിയില്ല, അല്ലാതെ റെയിൻകോട്ട് വേണം. ചിലപ്പോൾ ഈ നിൽക്കുന്ന മഴക്കാറ് പറഞ്ഞ സമയം കൊണ്ട് പോവുകയും ചെയ്യില്ല. നമ്മൾ ഈ കാണുന്നതൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ അങ്ങ് പോകും. മിക്കവാറും അങ്കമാലി ഭാഗത്താണ് അതിൻ്റെ ഒരു കണക്ക്. അതേപോലത്തെ ചെറിയ തോതിൽ പെയ്യും. അങ്കമാലി ഭാഗത്താണ് മഴക്കാർ കാണണോ. അത് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയൊക്കെയാണ്. റെയിൻകോട്ട് കൊണ്ടുപോകുന്നില്ല. മഴ പെയ്യുമ്പോൾ അവിടെയും കയറിയിട്ടോ, മഴ മാറുമ്പോൾ പോവുക. ഈ ചെളിയിൽ ഇങ്ങനെ അടിച്ച് കയറുക, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്ലോയിൽ പോകാൻ പറ്റുള്ളൂ. വണ്ടികളിൽ നിന്നൊക്കെ ചെളി അടിച്ച് കയറും, ആ അതിൻ്റെ ഒരു പ്രശ്നം. സ്ലോയിൽ പോവാം. ഇപ്പോൾ മിക്കവാറും ഒരു മഴയും കൂടി പെയ്യാനുള്ള സൗകര്യം കാണിക്കുന്നുണ്ട്. അതിന് കയറിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതാണ് ഇപ്പോൾ. ഒരു വാസാട്ടി ആവട്ടെ. ആലുവ എത്തിയിട്ടുള്ളൂ. ആലുവ ഇനി ഒന്ന് റൈറ്റ് ചെയ്യണം. റൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വണ്ടികൾ ഇഷ്ടംപോലെ തന്നെ ഉണ്ട്. അന്ന് നേരെ നോക്കി അടിക്കണം. അതിൽ നല്ലൊരു മഴക്കോൾ കാണിക്കുന്നുണ്ട്. റൈറ്റ് തിരിഞ്ഞുണ്ട് വണ്ടികൾ. റൈറ്റ് തിരിഞ്ഞ് പോവാം. റൈറ്റ് കയറിയിട്ട് അതിലങ്ങ് പോവാം. ആല് എത്തിയിട്ടുണ്ട്. നല്ല മഴക്കാറുണ്ട്. ആ അവിടെ പോയിട്ട് കിട്ടും. മഴ കിട്ടും മിക്കവാറും. അതിനും കയറി മുമ്പിലോട്ട് തന്നെ ഉണ്ടാകുന്നറിയില്ല. ഇപ്പോൾ സമയം 12:30. ഞങ്ങൾ പെരുമ്പാവൂരെത്തി. 12:30. നല്ല മഴക്കാറാണ്. മഴ പെയ്തുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് വളരെ സ്ലോയിലങ്ങ് പോകാൻ കഴിഞ്ഞു. അങ്ങോട്ടൊക്കെ മഴക്കാറാണ്. പെരുമ്പാവൂര് ഇനി എങ്ങോട്ടാണെന്നുള്ളത് നേരെ പോവുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും നോക്കാനില്ല. നേരെ പോകുന്നു. എവിടെ എത്തുന്നു അതാണ് കണക്ക്. 4 മണിയായിട്ട് റൈഡ് ചെയ്യും. 4 മണി കഴിഞ്ഞോ ഇതൊക്കെയായിരുന്നു. 4 മണിവരെ റൈഡ് ചെയ്യും. പെരുമ്പാവൂരാണ് സ്ഥലം. ഓക്കെ. അപ്പോൾ ചില ഭാഗത്ത് വെയില്, പക്ഷെ അങ്ങോട്ട് മഴക്കാറ് തന്നെയാണ്. ഇതുവരെ മഴ കിട്ടിയിട്ടില്ല.
മഴ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതുവരെ മഴ കിട്ടിയിട്ടില്ല. ഇനി അങ്ങോട്ട് ഇപ്പോൾ മഴയുടെ ആ ഒരു ഫീല് കിട്ടണില്ല. നല്ല സ്പീഡ് ചവിട്ടി പോകാൻ പറ്റില്ല. ഈ ഭാഗത്ത് ഇതുവരെ മഴ പെയ്തില്ല. പെയ്തൊന്നും രാത്രി പെയ്തെന്നോ. ഡെസ്റ്റിനേഷൻ അങ്ങനെ പ്രത്യേകിച്ച് വെക്കാത്തത് കൊണ്ടുള്ളൊരു ലക്ഷ്യമൊന്നുമില്ല. ലക്ഷ്യമില്ലാത്തൊരു യാത്രയാണെന്ന്. കാരണം പ്രത്യേകിച്ച് ലക്ഷ്യമോ കാര്യങ്ങളൊന്നുമില്ല. പോകുന്നു, എങ്ങോട്ടോ എത്തുന്നിടത്ത് എത്തും. ആണ് കാണാം. ഞായറാഴ്ചയായിട്ടും തിരക്കുണ്ട്. ഇച്ചിരി വെയിൽ കണ്ടപ്പോൾ എപ്പോഴേക്കാന്ന് എഴുതിയിട്ടുണ്ട്. ആഴ്ചത്തേക്ക് തന്നെ കുഴപ്പമില്ല. നമുക്ക് ഏകദേശം ഒരു 12:45 1 മണിയായി. അപ്പോൾ സ്വാഭാവികമായി കാരണം വെച്ച് കഴിഞ്ഞാൽ ഓക്കെ.